ദാമ്പത്യം. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 22. അച്ഛേ. അത്താഴം കഴിഞ്ഞ് ഉമ്മറത്തിരിക്കുന്ന മധുവിൻ്റെ അടുത്തേക്കായി ശ്വേത ചെന്ന് നിന്നു, വല്ലാത്തൊരു വീർപ്പുമുട്ടലോടെ. വാ. അയാൾ മകളെ തൻ്റെ അരികിലേക്ക് സ്നേഹത്തോടെ കയ്യാട്ടി വിളിച്ചു. അവൾ വേഗം തന്നെ അച്ഛൻ്റെ അരികിലേക്ക് ചെന്ന് ആ കാൽക്കീഴിലായി ഇരുന്നു. എന്നിട്ട് മുഖം അയാളുടെ മടിത്തട്ടിലേക്ക് ചേർത്ത് വെച്ചു. എന്താ മോളെ? മകളുടെ നെറുകയിൽ കൂടി മധുവിൻ്റെ കൈവിരലുകൾ പല പ്രാവശ്യം ഒഴുകി നടന്നു. ശ്വേതയ്ക്കെന്തോ കാര്യമായി തന്നോട് പറയാനുണ്ടെന്ന് ഇതിനോടകം തന്നെ അയാൾക്ക് മനസ്സിലായിരുന്നു. അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവൾ തിക്കും പൊക്കും നോക്കിയിട്ട് അയാളോട് പറഞ്ഞു. എന്താ മോളെ, എന്തേലും പ്രശ്നമുണ്ടോ? മകളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ എന്തോ കാര്യമായ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് അയാൾ ഊഹിച്ചു. അവളൊന്ന് മൂളിക്കൊണ്ട് കയ്യിലിരുന്ന മൊബൈലിൽ തെരുപ്പിടിച്ചു. എന്താണേലും അച്ഛനോട് പറയുമോളെ. മധു അവളെ നിർബന്ധിക്കാൻ തുടങ്ങി. കാരണം ശ്വേത അനാമികയെപ്പോലെയല്ല, കാര്യഗൗരവമുള്ള കുട്ടിയാണ്. അത്രമേൽ സങ്കടകരമായ കാര്യങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ തൻ്റെ അടുത്തേക്ക് ഒരാശ്വാസത്തിനായി അവൾ വരികയുള്ളൂ. മധു ചിന്തിച്ചു. ഞാൻ പറയുന്ന കാര്യങ്ങൾ അച്ഛൻ ശ്രദ്ധയോടെ കേൾക്കണം. അതെത്രമാത്രം അച്ഛന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും പറയാതിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. മൂത്ത മകൾ അങ്ങനെയൊക്കെയുള്ള ഒരാളാണെന്നും അവൾക്ക് ജീനിയോടുള്ളത് സൗഹൃദമല്ല പ്രണയമാണെന്നും ഒക്കെ പറഞ്ഞാൽ പഴയ തലമുറയിലെ ആൾക്കാരായ അച്ഛന് അതിനെങ്ങനെ ഉൾക്കൊള്ളാനാവും എന്ന ചിന്തയിലായിരുന്നു ശ്വേത അപ്പോൾ. മോൾക്ക് അച്ഛനോട് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, അതിനെന്താ ഇത്രയും ആലോചന? അയാൾ സംശയത്തോടെ ചോദിച്ചു. ശ്വേത കയ്യിലിരുന്ന ഫോൺ ലോക്ക് മാറ്റിയിട്ട് അതിലെ ഒരു വീഡിയോ ഓൺ ചെയ്തു. പിന്നീട് അയാൾക്ക് നേരെ നീട്ടി, അതും വിറയ്ക്കുന്ന കൈകളോടെ. മധു അവളുടെ വിളറിയ മുഖത്തേക്ക് സംശയത്തോടെ നോക്കിക്കൊണ്ടാണ് ഫോൺ കയ്യിലേക്ക് വാങ്ങിയത്. പിന്നീട് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിലേക്ക് നോട്ടം പായിച്ചു. ഇതെന്താ? വീഡിയോ കണ്ട അയാളുടെ കണ്ണുകൾ എന്തിനാ വേണ്ടി നിറഞ്ഞൊഴുകി. ദേഷ്യമോ സങ്കടമോ നിസ്സഹായതയോ അതോ അറപ്പോ വെറുപ്പോ ഒക്കെ കൂടിക്കലർന്ന ഒരു ഭാവം മധുവിൻ്റെ മുഖത്തപ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കുമായിരുന്നു. അച്ഛേ. അയാൾ ഓഫ് ചെയ്തു വെച്ച ഫോൺ കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് ശ്വേത വിളിച്ചു. മധു അവളുടെ മുഖത്തേക്ക് നോക്കിയതല്ലാതെ മകളുടെ വിളി കേട്ടില്ല. അത്രയ്ക്കും അയാൾ തകർന്നു പോയിരുന്നു. ജീനയും ചേച്ചിയുമായുള്ള ബന്ധം വിവരിച്ചു കൊടുത്താൽ അച്ഛൻ ഒരു പക്ഷേ മനസ്സിലാക്കുവാൻ സാധിക്കുമോ എന്നൊരു സംശയം അവൾക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, അക്കാര്യം സ്വന്തം അച്ഛനോട് സംസാരിക്കുവാൻ അവൾക്ക് വല്ലാത്ത ചളിപ്പും തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ക്ലിപ്പിംഗ് അദ്ദേഹത്തെ കാണിക്കുവാൻ അവൾ കൂട്ടാക്കിയത് തന്നെ. അച്ഛേ. സർവവും തകർന്നവനെ പോലെ ഇരിക്കുന്ന മധുവിനെ അവൾ തട്ടി വിളിച്ചു. ഒരു ഞെട്ടലോടെ അയാൾ ശ്വേതയുടെ നേർക്ക് നോക്കി, വല്ലാത്തൊരു ഭാവത്തോടെ. തൻ്റെ മകളാണ് ആ വീഡിയോയിൽ, അതും ഒരു പെണ്ണിനോട് അങ്ങനൊക്കെ കാണിക്കുന്നത്. ഇതൊക്കെ ടി വിയിലും പത്രത്തിലുമൊക്കെ കാണുന്നതല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊന്നും അയാൾക്കറിയില്ലായിരുന്നു. പഴഞ്ചൻ ചിന്താഗതിയുള്ള മധുവിന് അതൊക്കെ ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരുന്നു ആ വീഡിയോ ഉണ്ടാക്കിയെടുത്തത്. അച്ഛ, ഇതൊന്നുമല്ല ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം, ശ്വേത വീണ്ടും പറഞ്ഞു തുടങ്ങി. അതും പതിവിൽ കൂടുതൽ ഗൗരവത്തോടെ. ഇതിൽ കൂടുതൽ ഇനിയും എന്താണ് വരാൻ പോകുന്നതെന്ന് നനച്ചുകൊണ്ട് മധു വെപ്രാളത്തോടെ മകളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. പൊടുന്നനെ അയാളിൽ കാരണമറിയാതെ ഒരു പേടി നിറഞ്ഞു. ചേച്ചിക്കും അവൾക്കും ഇങ്ങനെയൊക്കെ ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ എന്തിനാ അച്ഛ അവർ ആദ്യേട്ടനെ ഇതിലേക്ക് വലിച്ചിട്ടത്? ശ്വേത ചോദിച്ചു. അപ്പോഴാണ് മധുവും അക്കാര്യത്തെക്കുറിച്ച് ആലോചിച്ചത്. അതും പോട്ടെ, എല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ 3 വർഷമായിരിക്കുന്നു. ഇനിയും ആദ്യേട്ടനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ചേച്ചി വാശി പിടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? വീണ്ടും അവൾ സംശയം ഉന്നയിച്ചു. മധു ഒന്നും ഉരിയാടിയില്ല. ഇതൊന്നും താങ്ങാനുള്ള മനക്കെട്ടി ആ പാവത്തിനുണ്ടായിരുന്നില്ല. ഇപ്പോഴെനിക്ക് തോന്നുന്നു അച്ഛേ, നമ്മുടെ ആദ്യേട്ടൻ നിരപരാധിയായിരുന്നോ എന്ന്. മകളുടെ ചോദ്യം കേട്ട് മധുവിന് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ശ്വേതയുടെ ചോദ്യം അയാളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അയാൾ നിസ്സഹായനായ ഒരച്ഛനെ പോലെ മകൾക്ക് മുൻപിൽ തലകുനിച്ചിരുന്നു. അവൾ ചോദിക്കുന്നതിലും കാര്യമുണ്ട്. ആദി നിരപരാധിയായിരുന്നുവോ? ഇവിടെ അനുവായിരുന്നോ കുറ്റക്കാരി?
അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടി ആയിരിക്കണം ആദ്യം അവൾ ചതിച്ചത്? ഇപ്പോൾ വീണ്ടും ചതിക്കാനായി ശ്രമിക്കുന്നത്? ഇതെല്ലാം ദമയന്തിക്കും അറിവുള്ള കാര്യങ്ങളാണോ? ആണെങ്കിൽ എന്തിന്? കാവുംപാട്ടുകാരുടെ കാശിനു വേണ്ടിയാണോ? ഉത്തരമറിയാത്ത കുറേ ചോദ്യങ്ങൾക്ക് മുൻപിൽ അവൾ പകച്ചു നിന്നുപോയി. ശരീരത്തിലേക്ക് അസഹനീയമായ ചൂട് തട്ടിയപ്പോഴാണ് ആദി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. ആദ്യം അവനൊന്നും മനസ്സിലായില്ലെങ്കിലും അടുത്ത് കിടക്കുന്നവളിൽ നിന്നാണ് അത് വരുന്നതെന്ന് പിന്നീടാണ് അവന് ബോധം വന്നത്. തത്തമ്മേ! പേടിയോടെ ചാടി എഴുന്നേറ്റ് അവൻ കുഞ്ഞിൻ്റെ നെറ്റിയിലും കഴുത്തിലുമൊക്കെ കൈവെള്ള കൊണ്ട് തൊട്ടു നോക്കി. പൊള്ളുന്ന പനി. അവൻ പേടിയോടെ കൈ പിന്നിലേക്ക് വലിച്ചു. മോളെ! ഭയത്തോടെ ആദ്യം അവളെ തട്ടി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പനിയുടെ ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നവൾ അത് കേട്ടില്ല. മോളെ, എണീക്കിടി! മഹർഷിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഈശ്വര, ഇനിയിപ്പോൾ എന്തു ചെയ്യും? എന്തു ചെയ്യണമെന്നറിയാതെ അവൻ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റതും അവൻ്റെ കാൽക്കലായി കിടന്നുറങ്ങിയ ഫ്രൂട്ടി ഉണർന്ന് തറയിലേക്ക് ചാടിയിരുന്നു. കുഞ്ഞിനെ ഒരു വട്ടം കൂടി ഒന്ന് പാളി നോക്കിയിട്ട് ആദ്യം മുറിയുടെ പുറത്തേക്ക് ഓടിയിറങ്ങി. പടികളിറങ്ങി ആദ്യം ചെയ്യുന്നത് അടുക്കളയിലേക്കായിരുന്നു. അവിടെ ദേവികയെ കാണാതിരുന്നപ്പോൾ പിന്നീട് രാധയുടെ മുറിയിലേക്ക് വേഗത്തിൽ പാഞ്ഞു. അവിടെ അവൻ കണ്ടു അമ്മയ്ക്ക് കഞ്ഞി കോരി കൊടുത്തുകൊണ്ടിരിക്കുന്ന ദേവികയെ. എന്താടാ? അവൻ്റെ ഭീതിയോടെയുള്ള മുഖം കണ്ടതും ബെഡിൽ എഴുന്നേറ്റിരുന്ന രാധ പൊടുന്നനെ ചോദിച്ചു. കുഞ്ഞിനെ, അവളെ വല്ലാതെ പനിക്കുന്നു. അമ്മയോടായിട്ടാണ് മറുപടി പറഞ്ഞെങ്കിലും ആദിയുടെ കണ്ണുകൾ പാഞ്ഞത് ദേവികയുടെ മുഖത്തേക്കായിരുന്നു. അയ്യോ! അവൾ പാത്രം രാധയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് മഹർഷിയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. നല്ല പനിയാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അവൻ്റെ ശബ്ദം പേടി കൊണ്ട് ഇടറിയിരുന്നു. സാർ, ഞാനിപ്പോൾ വരാം. അവൾ വീടിന് പുറത്തേക്ക് ഓടിയിറങ്ങിയതും ആദ്യം അപ്പോൾ തന്നെ മുകളിലേക്കുള്ള പടികൾ ധൃതിയിൽ കയറുവാൻ തുടങ്ങിയിരുന്നു. രാധയുടെ പിൻവിളി പോലും കാര്യമാക്കാതെ മുറിയിലേക്ക് അവൻ പാഞ്ഞു ചെന്നപ്പോൾ കണ്ടു തത്തമ്മയ്ക്ക് കൂട്ടിരിക്കുന്ന ഫ്രൂട്ടിയെ. അവൾ എഴുന്നേൽക്കാത്തത് കൊണ്ടാവാം പപ്പിക്കുട്ടി അവളെ നക്കുകയും കൈകൊണ്ട് തോണ്ടി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആദി ടേബിളിൻ്റെ മുകളിലിരുന്ന വാലറ്റും കാർക്കിയും എടുത്ത് ജീനിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു. ശേഷം കുഞ്ഞി പെണ്ണിനെ ഇരു കൈകളിലും കോരിയെടുത്ത് വേഗത്തിൽ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഉമ്മറത്തു നിന്നും മുറ്റത്തേക്ക് അവൻ ധൃതിയിൽ ഇറങ്ങുമ്പോൾ കണ്ടു കയ്യിൽ ഒരു കവറും പിടിച്ചുകൊണ്ട് ആദിയോടെ തൻ്റെ നേർക്ക് ഓടി വരുന്ന ദേവികയെ. കുഞ്ഞിനെ പിടി, ഞാൻ വണ്ടി ഇറക്കാം. അവളുടെ കയ്യിലേക്ക് ശ്രദ്ധയോടെ കുഞ്ഞിനെ കൈമാറിയിട്ട് വീടിൻ്റെ മുന്നിൽ കിടന്ന കാറിലേക്ക് അവൻ കയറിയിരുന്നു. മഹർഷി കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്നു കൊടുത്തതും ദേവിക വെപ്രാളത്തോടെ അകത്തേക്ക് കയറിയിരുന്നു. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഡോർ വലിച്ചടച്ചു. നൊടിയിടയിൽ ആദിയുടെ വണ്ടി ഗേറ്റും കടന്ന് മുന്നോട്ടേക്ക് പാഞ്ഞു. കുഞ്ഞിനെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ച് കയ്യിലിരുന്ന കവറിലെ പനിക്കുള്ള മരുന്ന് അപ്പോഴേക്കും ദേവിക അവളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു. ഭ്രാന്ത് പിടിച്ചവനെ പോലെ ആദിയപ്പോൾ അവരുടെ ഹോസ്പിറ്റലിലേക്ക് വണ്ടി പായിക്കുകയായിരുന്നു. വൈഷ്ണവി നന്ദയ്ക്ക് നേരത്തെ എപ്പോഴെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഡോക്ടർ ഗൗരവത്തോടെ അങ്ങനെ ചോദിച്ചപ്പോൾ ദേവിക ഉണ്ടെന്നുള്ള രീതിയിൽ സങ്കടത്തോടെ തലയാട്ടി കാട്ടി. 5ാം മാസത്തിൽ ആദ്യം വന്നേ, പനി കൂടിയപ്പോൾ, അവൾ ഓർത്തു പറഞ്ഞു. അത് കേട്ടതും തൊട്ടടുത്തിരിക്കുന്ന ആദിയുടെ കണ്ണുകൾ ഒട്ടൊരു പിടപ്പോടെ അവളെ ഉറ്റുനോക്കി. അവൾ പറഞ്ഞത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ. എല്ലാവരും കാത്തിരിക്കൂ. സ്റ്റോറി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്.